നമസ്കാരം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഒരു പരാജിതനാണോ? കേരളത്തിനൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇല്ലേ? നമ്മുടെ മാധ്യമങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന സുജിത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാരത്തോൺ അന്തിച്ചർച്ച നടത്തുകയാണ്. അങ്ങനെ അന്തിച്ചർച്ച നടത്തുന്നത് എന്ത് അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ്? സുജിത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണോ? നമുക്കൊന്ന് പരിശോധിക്കണ്ടേ കേരളത്തിന് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടോ എന്ന്? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന പൊതുപ്രവർത്തകന് നേരിടേണ്ടി വന്നിട്ടുള്ള മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഇതിനോടൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞു. ആ വിഷയത്തിൽ എന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ സസ്പെൻഷൻ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടമാണ്. ഇനിയും പല രീതിയിലുള്ള ഘട്ടങ്ങളുണ്ട്. അവസാന ഘട്ടത്തിൽ ഇവരെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്ക് ഈ വാർത്ത മുഴുവൻ ഒന്ന് കാണാം. മനോരമയും മാതൃഭൂമിയും വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ മർദ്ദനം വലിയ തോതിൽ ആഘോഷമാക്കി പിണറായി വിജയനെ ക്രൂശിച്ചുകൊണ്ട്, ആഭ്യന്തര വകുപ്പിനെ ക്രൂശിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് സേനയിലുള്ള 62,318 പോലീസുകാരെ ചൊവ്വല്ല എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ നമുക്ക് ചിലതൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അതായത് സുജിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി തനിക്കുണ്ടായിട്ടുള്ള കസ്റ്റഡി മർദ്ദനം അത് വെളിപ്പെടുത്തി രംഗത്തേക്ക് വന്നപ്പോൾ അതിനേക്കാൾ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന ഒരാൾ കൂടി തനിക്കുണ്ടായ ദുരനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ആരും അത് വാർത്തയാക്കിയില്ല. നമ്മുടെ ഇവിടെയുള്ള ഒരു മാധ്യമവും അതിന്റെ പേരിൽ ഒരു അന്തിച്ചർച്ചയും നടത്തിയില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത് 2012-ലാണ്. 2012 ആരാണ് ഈ കേരളം ഭരിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് പത്തനംതിട്ടയിലെ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടിന് നേരിടേണ്ടി വന്ന മർദ്ദനത്തെ പറ്റിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. നിസാരമായിട്ടുള്ള മർദ്ദനമല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ചെവിക്ക് ഏറ്റിട്ടുള്ള പല പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കേൾവിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശരീരമാസകലം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അത് തൊട്ടുപോലും നോക്കിയില്ല എന്ന് പറയുമ്പോൾ, ഈ സുജിത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ വിഷയം പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെയുള്ള ഒരു ആയുധമാക്കി മാറ്റലാണ് മാധ്യമങ്ങളുടെ ഉദ്ദേശമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എന്തായാലും ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ ആ ഒരു പ്രതികരണം കൂടി ഞാനൊന്ന് വായിക്കാം. മർദ്ദനവും മൂന്നാം മുറയും കാടത്തവും കൊണ്ടു നടക്കുന്ന പോലീസ് ഓഫീസർമാർ ഇപ്പോഴും കേരള സർവീസ് സേനയിൽ തലപ്പത്ത് മാന്യന്മാർ ചമഞ്ഞു നടക്കുന്നു. അല്പം പഴയൊരു കഥ പറയട്ടെ. ഞാൻ SFI ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് UDF ഭരണകാലത്ത് അന്നത്തെ കോന്നി CI മധുബാബു എന്നെ ലോക്കപ്പ് മർദ്ദനത്തിനും മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയത്. ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമായി തോന്നും. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു. ശ്രദ്ധിക്കണം, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു. കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തതടക്കം പറഞ്ഞാൽ 10 പേജിലധികം വരും. എന്റെ പാർട്ടിയുടെ സംരക്ഷണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം. 6 മാസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അന്നത്തെ ഭരണകൂടം എന്നെ 3 മാസത്തിലധികം ജയിലിൽ അടച്ചു. ഒറ്റ രാത്രി കൊണ്ടാണ് എനിക്കെതിരെ നിരവധി കേസുകൾ എടുത്ത കേസുകളെല്ലാം ഇന്ന് വെറുതെ വിട്ടു. ഞാൻ അന്ന് മുതൽ തുടങ്ങിയ പോരാട്ടമാണ് പോലീസിലെ ക്രിമിനലായ മധു ബാബുവിനെതിരെ. കഴിഞ്ഞ 14 വർഷമായി കേസ് നടത്തുന്നു. അന്നത്തെ പത്തനംതിട്ട SP ഹരിശങ്കർ ഇന്നത്തെ IG മാതൃകാപരമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധു ബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു. പോലീസ് സേനയ്ക്ക് തന്നെ മധു ബാബു അപമാനമാണ് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയില്ല. നിരവധി കേസുകളിൽ ശിക്ഷിച്ച മധു ബാബുവിനെ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് കളയേണ്ടിയിരുന്നു. എന്നാൽ മധു ബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുന്നു. ഇനി പരാതി പറയാൻ ആളില്ല. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാകാത്തത്? ആരാണ് ഇതിന്റെ പിന്നിൽ? എനിക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം. ഞാൻ പോലീസ് ക്രിമിനലിനെതിരായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഹൈക്കോടതിയിൽ കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. മരണം വരെയും പോരാടും. കാശ് തന്നാൽ എല്ലാവരെയും വിലക്കെടുക്കാൻ കഴിയില്ലെന്ന് ഈ ക്രിമിനൽ പോലീസുകാർ അറിയണമെന്നാണ് ജയകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മാധ്യമം എവിടെയെങ്കിലും ചർച്ച നടത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടോ? സുജിത്ത് നേരിട്ടേണ്ടി വന്ന സമാനമായിട്ടുള്ള ഒരു മർദ്ദനമാണ് ഈ പറയുന്ന ചെറുപ്പക്കാരനും ജയകൃഷ്ണനും നേരിട്ടത്. പക്ഷേ ജയകൃഷ്ണന് വേണ്ടി വാദിക്കാൻ ഇവിടെ കോട്ടിട്ട ഒരു മാധ്യമ ജഡ്ജിമാരുമില്ല. ഒരു മാധ്യമ സ്ഥാപനവും ജയകൃഷ്ണന് വേണ്ടി ഒരു അന്തിച്ചർച്ചയും നടത്തുന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇനി നമുക്ക് ആ സുജിത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് പോകാം. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് സേന, ആ പോലീസ് സേനയിൽ ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്? ക്രിമിനലിസം കാണിച്ചാൽ, ഗൂണ്ടായിസം കാണിച്ചാൽ പോലീസിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത്.
പിണറായി വിജയൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണോ എന്ന കാര്യം കൂടി പരിശോധിക്കട്ടെ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏകദേശം 128ഓളം പോലീസുകാരെയാണ് പോലീസ് സേനയിൽ നിന്ന്, ക്രിമിനൽ പോലീസുകാരെയാണ് പോലീസ് സേനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുള്ളത്. 224 പോലീസുകാർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പുറത്താക്കാൻ വേണ്ടി. അപ്പോ ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള പല ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ എന്താണ് പിണറായി വിജയന്റെ പോലീസ് ചെയ്യുക? ആദ്യം സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്ത ശേഷം ഈ വിഷയത്തെ പറ്റി അന്വേഷിക്കും. അന്വേഷിച്ച ശേഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ UDF-ന്റെ ഭരണകാലത്ത് ഇവരെ ഈ പോലീസുകാരെ സംരക്ഷിക്കുന്ന പോലുള്ള നടപടിയൊന്നും പിണറായി വിജയന്റെ കാലത്ത് സ്വീകരിക്കില്ല, ചവിട്ടി പുറത്താക്കും. എന്തുകൊണ്ടാണ്? അതായത് രക്തം പുരണ്ട വസ്ത്രവും എടുത്തു ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ പോലീസ് അതിക്രമത്തിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും ഇത്തരത്തിലുള്ള അതിക്രമത്തെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അത് സമാനമായ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഇത് പിണറായി വിജയൻ പോലീസ് ഭരിക്കുമ്പോൾ മാത്രമാണോ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പോലീസ് ഭരിക്കുമ്പോൾ മാത്രമാണോ പോലീസ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത്? അല്ല, എക്കാലത്തും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് ഉണ്ടായ കാലഘട്ടം മുതൽ പോലീസിനകത്ത് ക്രിമിനലുകൾ ഉണ്ട്, അവർ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ UDF-ന്റെ ഭരണകാലത്ത് എത്രയധികം സംഭവങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ കാലത്തും സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ തോത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ കാലത്ത് നമുക്ക് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശതമാനക്കണക്ക് കുറഞ്ഞു വരികയാണ്, ക്രിമിനലുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മാത്രമല്ല പല പോലീസുകാർക്കും പേടിയാണ്. എന്താണ്? ഈ വിഷയം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സുജിത്തിനും ഈ വിഷയത്തിൽ നീതി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാര്യം രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഇടപെടുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാൻ കഴിയും. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വലിയ രീതിയിൽ ക്രൂശിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേരള പോലീസിനെ ക്രൂശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ഇവിടെ പല രീതിയിലുള്ള കസ്റ്റഡി മരണങ്ങളും നടന്നിട്ടുള്ളത്. അന്നൊക്കെ എവിടെയായിരുന്നു നിങ്ങളുടെ നാവ്? എവിടെയായിരുന്നു നിങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രതികരണം? ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നായി. അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവരൊക്കെ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവർക്കൊക്കെ അധികാര കസേരകളിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ഇത്തരം സംഭവങ്ങളെ വൈകാരികമായിട്ട് കണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത്. എന്തായാലും സുജിത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം മാതൃകാപരമാണ്. തീർച്ചയായും ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പീച്ചിയിൽ നടന്നിട്ടുള്ള സംഭവം, ആ ഹോട്ടൽ ജീവനക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ളത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ തലവേദന പോലീസ് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസിലെ ഈ ക്രിമിനലുകൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ വലിയ തോതിൽ തന്നെ സർക്കാരിന് തലവേദനയായി മാറുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ പ്രതികരിക്കാൻ വൈകുന്നതും ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അവമതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആ വിഷയത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടതാണെങ്കിൽ വിളിക്കുകയും വേണം. അല്ലെങ്കിൽ ഈ കഥ ഈ അന്തിച്ചർച്ച വായിച്ച് വേറെ പലയിടങ്ങളിലേക്ക് പോകും. ഈ കാണുന്ന നേരത്തെ പറഞ്ഞതുപോലെ 62,318 പോലീസുകാരും ഗൂണ്ടകളാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചിത്രീകരിക്കും. അതുകൊണ്ട് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കാൻ ഒരു പേടിയുമില്ലാത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തീർച്ചയായും മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാമല്ലോ ആരായിരുന്നു UDF-ന്റെ ഭരണകാലത്ത് DGP സെൻകുമാർ ആയിരുന്നു. ഇപ്പൊ എവിടെയാണ് അയാൾ? കടുത്ത വർഗീയത തുപ്പുന്ന ഒരു വർഗീയവാദിയല്ലേ? അദ്ദേഹം ഒരു RSS ഏജന്റ് അല്ലേ, RSS കാരനല്ലേ? അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെയാണ് UDF-ന്റെ ഭരണകാലത്ത് DGP ആക്കി വെച്ചിരുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. ഇനി ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും പരിപാടികളും ഒക്കെ എക്കാലത്തും നടക്കാറുണ്ടെന്നേ. പക്ഷേ നടക്കാറുണ്ടെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ ഒരു സർക്കാർ ഏതൊക്കെ രീതിയിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും UDF-ന്റെ ഭരണകാലത്തുള്ളതുപോലുള്ള ഒരു സർക്കാരല്ല ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. തീർച്ചയായും ഈ 4 പേർക്കെതിരെ, ഈ സുജിത്തിനെ മർദ്ദിച്ച 4 പേർക്കെതിരെയും അതിശക്തമായിട്ടുള്ള നിലപാടും നടപടിയും പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ നിരവധി ഇതുപോലുള്ള കേസുകൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുറത്തേക്ക് വരട്ടെ എന്നേ. പുറത്തേക്ക് വരുന്തോറും ഇത്തരം ക്രിമിനലുകളെ തുടച്ചു നീക്കാൻ അത് സഹായകമാകും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വലതുപക്ഷ മാധ്യമങ്ങളുടെ ഈ ഒരു പിണറായി വിജയൻ സർക്കാരിനെ ആക്രമിക്കാനുള്ള അജണ്ടയ്ക്ക് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഒരാളെ രക്ഷിക്കാൻ കൂടിയാണ്. ആരെയാണ്? മാങ്കൂട്ടത്തെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസുകളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാക്കി കൂടി സുജിത്തിനെ മാറ്റുകയാണ്. എന്തുമാകട്ടെ, എല്ലാ വിഷയങ്ങളിലും
മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയം അത് എല്ലാത്തിലും നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. സുജിത്തിന്റെ രാഷ്ട്രീയമൊക്കെ മാറി നിൽക്കട്ടെ, ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അയാളെ പരിഗണിക്കാം. പരിഗണിച്ച ശേഷം ആ വിഷയത്തിൽ അയാളുടെ നീതിക്ക് വേണ്ടി നമുക്ക് എന്തായാലും നിലപാടെടുക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.